എഫെസ്യസ് 2:14-15. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. അപ്പൊ പാപത്തിന് അവൻ ശരീരത്തെ ശിക്ഷ വിധിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും ഇതിന് പരിഹാരമാകാൻ അവൻ്റെ നാമം ദൈവം ഉയർത്തിയത് മൂലം അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ആർക്കും, യഹൂദനായാലും ശരി, അയഹൂദനായാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, അക്രൈസ്തവനായാലും ശരി, അത് എല്ലാവർക്കുമായിട്ട് ആധ്യാത്മികത തുറന്നു കൊടുത്തു എന്നുള്ളതാണ് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി. അതായത് ഈശോയുടെ അതായത് ആധ്യാത്മികതയുടെ മുഴുവൻ സാധ്യതകൾ ഒരു സിംഗിൾ നെയിമിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഈ നാമത്തെ വിശ്വസിക്കുന്ന ആർക്കും അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആധ്യാത്മികത എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തു. ആർക്കതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആർക്കതിൽ സ്നേഹിക്കാൻ പറ്റുന്നു, ആർക്കാ നാമത്തെ വിശ്വസിക്കാൻ പറ്റുന്നു, ആർക്കാ നാമത്തെ പ്രത്യാശിക്കാൻ പറ്റുന്നു, അവർക്കൊക്കെ തനത് സമ്പാദ്യം ഉണ്ടാക്കാനും കൃപ വളർത്താനും കഴിയുന്ന രീതിയിലാണ് ഈശോ പുതിയ നിയമം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത് അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. അതാണ് പക്ഷേ ഇത് കണ്ടായി, ഇത് സർവ്വജനീയമായി പോയി എന്ന് പറഞ്ഞ് യോഹന്നാൻ 1:12 വായിച്ച്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഭയങ്കര, അതായത് ഉടമ്പടിയുടെ ഏറ്റവും ടോപ്പ് വചനങ്ങൾ ഒത്തിരി, ഉടമ്പടിയുടെ കീ നോട്ട്സുകൾ ഒത്തിരി ഉണ്ട്. കീ നോട്ട്സ് അല്ല, കീ വേഡുകൾ. ഉടമ്പടിയുടെ കീ വേഡുകൾ ഞാൻ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിച്ചതല്ല. ഉടമ്പടി തന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ദൈവജനവും അഭിഷിക്തനും കൂടി ഒരുമിച്ച് കർത്താവിൻ്റെ അടുത്ത് കൂടുന്ന ഇതുപോലെ കൂട്ടായ്മയിലാണ് ഈ ഉടമ്പടിയുടെ മുഴുവൻ ലിറ്ററേച്ചർ, വിസ്ഡം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ല ഞാൻ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുമ്പോൾ മാത്രം കിട്ടിയിട്ടുള്ളതല്ല. ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുമ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ജീവിതവുമായിട്ട് ബന്ധമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കീകൾ, താക്കോലുകൾ കിട്ടിയിരിക്കണമെല്ലാം നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന ഈ സ്വർഗീയ കൂട്ടായ്മയിലാണ്. അത് ഓർത്തിട്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. വചനത്താൽ പ്രബുദ്ധരാക്കുന്നതിന് നന്ദി പറയുന്നു. ആത്മാവിൽ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഉടമ്പടി ധ്യാനവും മറ്റു ധ്യാനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതൊരു നമ്മൾക്ക് വളരെ ചിന്തിച്ച് ആലോചിച്ച് സുവിശേഷം ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി സൂത്രവാക്യങ്ങളായിട്ട് ബൈബിളിലെ ഓരോ വചനവും ഓരോ സൂത്രവാക്യങ്ങളായിട്ട് ഫോർമാറ്റ് ചെയ്ത്, നമുക്കറിയാവില്ല 2 സൂത്രവാക്യങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത് കെമിസ്ട്രിയിലെ. അതുപോലെ ബൈബിളിലെ ഓരോ വചനങ്ങളും വചനം എന്നതിനേക്കാളുപരി വചനം ഒരു ഫോർമുല ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് മാറും, സമവാക്യമായിട്ട് മാറും. ദൈവവാക്യങ്ങളിൽ തന്നെ സൂത്രവാക്യങ്ങളുണ്ട്, സമവാക്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം, ഇപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? യോഹന്നാൻ 1:12 എന്താ പറയണത്? ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഒന്ന് പറഞ്ഞേ, തന്നെ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാമാണ്. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ 1960 ജനിച്ച ആളാണ്.
എനിക്ക് യേശുവാണ് ദൈവമെന്ന് മനസ്സിലായത് 63-ലോ 64-ലോ ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് അത്രയും കാലത്തെ ഒരു 60 കൊല്ലത്തെ എക്സ്പീരിയൻസാണ് ജീസസുമായിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ 6 ദിവസത്തെ എക്സ്പീരിയൻസേ ഉണ്ടാകത്തുള്ളൂ. 6 ദിവസം മുമ്പായിരിക്കും നിങ്ങളിൽ ചിലർ ഒരു ഉടമ്പടി ഒരു ഇതൊക്കെ ജീസസിൻ്റെ ഒരു സാക്ഷ്യം കേട്ടത് 6 ദിവസമായിട്ടുള്ള. ഈ 6 ദിവസം ആയിട്ടുള്ള ആളും 60 ദിവസമായിട്ടുള്ള ആളും ചില സമയത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴേ രണ്ടുപേർക്കും ഒരേ അനുഭവം കിട്ടിയെന്ന് വരാം. അതാണ് ജീസസിൻ്റെ ഒരു പ്രത്യേകത. 6 ദിവസമായിട്ടുള്ളെങ്കിലും അതായത് ഇത് ആർക്കും ഇതിൻ്റെ അകത്ത് നിന്ന് ആർജിക്കാം, ഷെയർ ചെയ്യാം. നമ്മളെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം, അത്രയേ ഉള്ളൂ വിഷയം. ഈ വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുമായിരുന്നു, ഇപ്പം ഞാനൊക്കെ ഒന്ന് ഭിത്തിയായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് ഭിത്തിയായിട്ട് കൊള്ളും? ഫിസിക്കലായിട്ട് പറഞ്ഞാൽ വല്ല 10-20 കിലോ വെയിറ്റ് കൊള്ളും ഭിത്തിയായിട്ട്. ഒരു ബോക്സറാണെങ്കിൽ ഇടിക്കുന്ന ഒരു ട്രെയിൻഡ് ബോക്സർ, അല്ലെങ്കിൽ ഒരു കുംഫു അല്ലെങ്കിൽ കരാട്ടക്കാരൻ, അവരാണെങ്കിൽ ഒരു ചിക്കിടാച്ചി അടിച്ച് ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ 300 കിലോനാണ് കൊള്ളണത്. വ്യത്യാസം കണ്ടില്ലേ? ഇപ്പം ഞാൻ ഭിത്തിയായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ 30 കിലോനാണ്ട വെയിറ്റാണ് അവിടെ വീഴണത്. പക്ഷേ ഒരു ട്രെയിൻഡ് ബ്ലാക്ക് ബെൽറ്റുകാരൻ അടിച്ചു കഴിഞ്ഞാൽ 300 കിലോ കൊള്ളും. എന്താ കാര്യം? ഈ വ്യത്യാസം വചനത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് ഞാൻ പറയണം, നിങ്ങൾ പറയണത് വ്യത്യാസമുണ്ട് അവിടെ. ഈ വ്യത്യാസമാണ് നിങ്ങൾ ഉടമ്പടി അഡ്രസ്സ് ചെയ്യേണ്ടത്. കാര്യം 300 കിലോനോ 600 കിലോനോ ഒക്കെ നമ്മളെ ട്രെയിനിങ് അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു പ്രഖരശേഷി എന്ന് പറയണത്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് നിങ്ങൾ പറയുന്നു, ചിലപ്പോൾ 5 കിലോനെ ചിലപ്പോൾ അതിന് പ്രഖരശേഷി ഉണ്ടാകത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഞാനെക്കുറിച്ച് ദിസ് ഇസ് ദ ലോർഡ് അത്രേ പറയത്തുള്ളൂ. ആ മുഴ ചിലപ്പോൾ കാണാൻ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകത്തില്ലേ? ഞാൻ ഈ എന്ത് സമയം കിട്ടണം എനിക്കിവിടെ? ഒരു സെക്കൻഡൊക്കെ കിട്ടണ്ട, 5 സെക്കൻഡൊക്കെയാണ് കിട്ടണത്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ സാധനം കർത്താവ് ആ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ നോക്കണത്. അല്ല, എനിക്കറിയത്തില്ല. എനിക്ക് ചിലപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ ആയിസോക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. ഒരു 100 പേര് വരുമ്പോൾ അതിൽ ഒരാളോട് ഞാൻ പറയും ആയിസോക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഒരു കർത്താവ് എനിക്കൊരു ഇൻഡ്യൂഷൻ തരും, ഇറ്റ് ഇസ് ഓക്കെ ആണെന്ന്. ഡോക്ടർ എന്ത് പറഞ്ഞാലും ശരി, അവളെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് കർത്താവ് എനിക്ക് നോട്ട് തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓൺ ദി സ്പോട്ടിൽ ഞാൻ പറയും സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. പക്ഷെ മറ്റുള്ളവർ പലരും വീട്ടിൽ പോയതിന് ശേഷം ടെസ്റ്റൊക്കെ ചെയ്ത് വന്നിട്ടാണ് പറയണത് സാക്ഷ്യം പറയണത്. എന്താ സംഭവം? നിങ്ങൾ പറയണതല്ലേ ഞാനും പറഞ്ഞിരിക്കണത്. എന്താ പറയണത്? ജീസസ് ഇസ് ദ ലോർഡ്. അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ പറയണത് സെയിമാണ്, പക്ഷേ ഇഫക്റ്റ് വ്യത്യാസമുണ്ട്. ഇത് നിങ്ങളിത് ഉടമ്പടിയിലിരിക്കുന്നവരിത് മനസ്സിലാക്കണം. ഓരോ ദിവസം ചെല്ലും തോറും ഈ കഴിവ് വർദ്ധിപ്പിക്കണം. ഇപ്പം മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? 1:12 എന്താ പറഞ്ഞിരിക്കേണ്ടത്? അത് ഒരു സൂത്രവാക്യമാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. എബിലിറ്റി, കഴിവ് നൽകി, കപ്പാസിറ്റി നൽകിയെന്നാണ്. കപ്പാസിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ 20 കിലോന് ഒരു കപ്പാസിറ്റിയാണ്, 200 കിലോന് ഒരു കപ്പാസിറ്റിയാണ്. ഉടമ്പടിയുടെ ഗുണമെന്ന് പറയണത് നിങ്ങളുടെ ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയുമ്പോൾ എന്താണ് ആ കഴിവ്? എന്താണ് ആ കഴിവ്? നമുക്കറിയാമല്ലോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഇപ്പം നമ്മുടെ കൃപാസന വ്യാഖ്യാനങ്ങളുടെ രീതി എന്താ? അതൊരു ശാസ്ത്രീയമായ അക്കാഡമിക് വ്യാഖ്യാനമല്ല. അത് പരിശുദ്ധാത്മാവ് ഇതേ ജനറയിലുള്ള ഇതേ ഫാമിലിയിലുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു സിംഗിൾ പേഴ്സണാണല്ല ഇത് പറയണത്. 2000 കൊല്ലം മുമ്പ് പറഞ്ഞാലും 1000 കൊല്ലം മുമ്പ് പറഞ്ഞാലും 500 കൊല്ലം മുമ്പ് പറഞ്ഞാലും അതിന് ശേഷം പറഞ്ഞാലും പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ, ദൈവവചനം. അപ്പോൾ ദൈവവചനം സെയിം ടോപ്പിക്ക് വീണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ വലിയ അർത്ഥത്തിന് വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. എന്താ കാര്യം? ഇപ്പോൾ
അവൻ്റെ ഒന്ന് പറഞ്ഞ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ഈ മക്കളെന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ? അപ്പൊ ദൈവമക്കളുടെ കഴിവെന്താ? ശരിക്കും പറഞ്ഞ മക്കളാണെങ്കിൽ അവകാശികളാണ്. ക്ലിയർ അല്ലേ സംഭവം? Take the bed of God. Hallelujah. 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 യേശുവേ നന്ദി. Hallelujah. 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 റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പൊ അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്തിരിക്കണത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ്. നമുക്കറിയാമല്ലോ, ഈ ഉടമ്പടി വരുമ്പോൾ എല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം അവകാശങ്ങളാണ്. ശരിക്കും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നമുക്ക് അവകാശമല്ലെങ്കിൽ ദൈവം വാഗ്ദാനമാക്കത്തില്ലത്. ഈ അവകാശം നമ്മൾ പ്രാപിക്കണത് അവകാശത്തിൻ്റെ സമാന്തര വചനമോ അല്ല തത്സമ വചനമെന്ന് പറയണത് വാഗ്ദാനമാണ്. എബ്രഹാം പ്രാപിച്ചത് അവകാശമാണെങ്കിൽ അത് വാഗ്ദാനം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വാക്കിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ അവകാശങ്ങളുണ്ട്. അവകാശങ്ങളെ പ്രാപിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? നമ്മൾ സമരമല്ല ചെയ്യണത്. അവകാശങ്ങൾ പ്രാപിക്കാൻ നമ്മൾ എന്നാ ചെയ്യണത്? നമ്മൾ അതിൽ വിശ്വസിക്കും. ഈ വിശ്വാസമാണ് പ്രോബ്ലം. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഇത് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം ഇതിൽ വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് വരും. വിശ്വാസം ഇങ്ങനെ എല്ലാവർക്കും ഒരേ വിശ്വാസമല്ല. ഇപ്പോൾ 60 കൊല്ലമായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് 6ാം ക്ലാസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ 6ാം ക്ലാസ്സുകാർക്ക് 60 വയസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകും. ഈ വിശ്വാസത്തിൻ്റെ അടുത്തുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പേഴ്സണലാണ് വിഷയം. മനസ്സിലായി? ആരാണ് ഇപ്പം ഓരോ വ്യക്തിഗതമായിട്ട് വിശ്വാസം ഒരു ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കേസാണ്. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണതായി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗീതാകുമാരി എന്നും പറഞ്ഞ്, ഗീതാകുമാരി കൊല്ലത്ത് ചാവറയിലുള്ള ഗീതാകുമാരിയുടെ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമാണ്. ഗീതാകുമാരിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗീതാകുമാരി ഒരു ഗതിയും പരഗതിയും ഇല്ലാതൊരു കാലത്താണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം UK പോകാൻ നോക്കി. UK കഴിഞ്ഞപ്പോൾ പിന്നീട് സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി ആ കാശ് കൊണ്ട് ഏജൻറ്റ് പോയി. UK പോകാനുള്ള കാശ് കൊടുത്തിട്ട് പിന്നെ അവിടെ ഒരു അറിവില്ലാതെയായി. അങ്ങനെ ഉണ്ടായിരുന്ന കാശെല്ലാം ഇങ്ങനെ മറ്റു കണ്ടവൻ്റെ കയ്യിൽ അന്യാധീനപ്പെട്ടു പോയി. അപ്പോൾ ഇതുപോലെ പോയി കുടുംബത്തിൽ കടമായി. ആ സമയത്താണ് ഇവളൊരു സാക്ഷ്യം കേൾക്കണത്. അപ്പോൾ സാക്ഷ്യം കേൾക്കണ സമയമായപ്പോൾ തന്നെ ആൾ ഒരു ബിഗ് സീറോ ആയിപ്പോയി. ഗതിയില്ലാത്ത അവസ്ഥയായി. കാശെല്ലാം പോയി. ഈ ലോൺ എടുത്തും കടം മേടിച്ചുമൊക്കെ ചെയ്തിരിക്കണ കാരണം ഇവർക്ക് വരുമാനമില്ല. ഭർത്താവിൻ്റെ ജോലി പോയി, ഭാര്യയുടെ ജോലി പോയി, കുടുംബം കടത്തിലായി. അപ്പം അങ്ങനെ വന്നപ്പോൾ സാക്ഷ്യം കേട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ മാതാവ് ഏത് കണ്ടീഷനിലും അവരെ സഹായിക്കുമെന്ന് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണതാണ്. 10 പേര് കൃപാസനം പത്രം വായിച്ചാൽ അതിൽ 6 പേർക്കും അത് മനസ്സിലാകും. മാതാവിൻ്റെ അടുത്ത് വന്നാൽ കുടുംബം രക്ഷപ്പെടും. കാര്യം എന്താണ്? ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം യൂട്യൂബിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അതെല്ലാം നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം വിശ്വാസമാണ്. അപ്പോൾ ഈ ദൈവം ഈ വിഷയം നമുക്കും ഉണ്ടല്ലോ, അത് കാരണം നമ്മളെയും ദൈവം സഹായിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് തിരക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലാണ് പ്രശ്നം വന്നത്.
എന്താ ഇത് ഉടമ്പടി നമ്മൾ പ്രാവർത്തികമാക്കത്തില്ലേ, അത് ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും. ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും. ഇപ്പം ഗീതാകുമാരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിഷേക വിശ്വാസവും നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് അടിക്കത്തില്ല, സംശയം തോന്നത്തില്ല. എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ചെറിയ വിശ്വാസം വലിയ വിശ്വാസം കണ്ടിട്ട് അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു റിലവുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ട് തോന്നത്തില്ല. ഇപ്പം ചില ആൾക്കാരോട് പറയത്തില്ലേ, നീ വിഷമിക്കണ്ടടി, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ എനിക്ക് ഞാൻ ചിലപ്പോൾ തോന്നിയതായിരിക്കുമോ, അങ്ങനെ വരുമോ, വന്നില്ല പിന്നെ അവളുടെ വിശ്വാസം പോകത്തില്ലേ, അങ്ങനെ എനിക്ക് ഡൗട്ട് അടിക്കത്തില്ല. അത് ചില ആ ഒരു ഡേഞ്ചർ സോണുണ്ട് ഇത് രൂപപ്പെട്ട് വരണ അവിടെ. അത് ആ കാലഘട്ടത്തിലൂടെ ഒരുവിധമൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എപ്പോഴും അനോയിൻറ്റഡ് ഫെയ്ത്ത് ആകാൻ നോക്കണം. അനോയിൻറ്റഡ് ഫെയ്ത്തിൻ്റെ ഫുൾ എമൗണ്ട് മുടക്കുന്നത് ദൈവമാണ് ശരിക്കും. അങ്ങനൊരു വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ തോന്നിയ മാസം, ഇപ്പം നിങ്ങൾക്ക് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗീതാകുമാരിയോട് പറയും, ഇടി എല്ലാ ദിവസവും അവൾ വരും ഇവിടെ, എല്ലാ ആഴ്ചയിലും വരും ഇവിടെ. നമ്മൾ കണ്ടിട്ടില്ല, ഞാനിവരെ കാണുന്നത് കൽക്കട്ടയെ വെച്ചാണ് കാണുന്നത്. കൽക്കട്ടയെ വെച്ച് കാണാൻ കാര്യം, ഇവള് ഭർത്താവും കൂടി കൽക്കട്ടയിലുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനടപ്പം കൽക്കട്ടയിലുണ്ട് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം ആദ്യവാരം. അപ്പോൾ അവൾക്ക് ഭയങ്കര രണ്ടുപേര് US വിസയുടെ ബയോമെട്രിക്സിന് വന്നിരിക്കുകയാണ് അവിടെ കൽക്കട്ടയിൽ. എങ്ങനെ പോന്നിരിക്കണമെന്ന് അറിയാമോ ഈ കക്ഷികൾ? പോന്നിരിക്കണ വീട് വിറ്റൊരാളിന്. കാര്യം UK പോകാൻ വേണ്ടി കാശ് കൊടുത്താൽ കിട്ടിയിട്ടില്ല, പിന്നെ സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി കാശ് കൊടുത്താൽ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് വീട് വിറ്റതിനേക്കാൾ കൂടുതലായി കടം. അപ്പോൾ ഒന്നും കിട്ടാനില്ല. അപ്പോൾ കൊടുത്തിട്ട് അവർ സാധനങ്ങൾ മേടിക്കാതെ സാധനങ്ങൾ മാറ്റാതെ അവർ ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ ഇറങ്ങി എവിടെ പോയിരിക്കുകയാണ്? കൽക്കട്ടയിൽ ബയോമെട്രിക്സിന് പോയിരിക്കുക, US ഇൻ്റർവ്യൂവിൻ്റെ ബയോമെട്രിക്സിന്. അത് കിട്ടുകയോ ഇല്ല എന്നൊക്കെ ഒരു പിടിയില്ല. കാര്യം ഈ UK ഇൻ്റർവ്യൂ ഒക്കെ നടന്നതാണ്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ പല ആൾക്കാർ ഇവരെ കളിയാക്കാൻ തുടങ്ങി. ഈ ഇല്ലാത്ത കാശ് കടം മേടിച്ചൊക്കെയാണ് ഇവിടെ എല്ലാ ആഴ്ചയും വരുന്നുണ്ടല്ലോ അവർ. ഇല്ലാത്ത കാശ് കടം മേടിച്ചാൽ ഇവിടെ വരണത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നാട്ടുകാർ മാത്രമല്ല, ഭർത്താവും ചോദിക്കും, നീ കൃപാസനത്തിൽ പോയിട്ട് വല്ലതും കിട്ടിയാ? വെറുതെ കടം മേടിച്ച് പോയി, വെറുതെ കുടുംബം പിന്നെയും കടത്തിലാകുകയില്ല. അന്ന് അമ്മായിയമ്മയും ചോദിച്ചു, പിന്നെയും കടം മേടിച്ച് പോയി പിന്നെയും കടത്തിലാകുകയല്ലേ? ഭർത്താവും അവസാനം ചോദിച്ച്, ഇപ്പം മാതാവെല്ലാം തന്നാ? വെറുതെ. അപ്പോൾ അയാൾ തന്നെ തന്നെത്താൻ പറയും, വെറുതെ തന്നെത്താൻ പറയണപ്പോൾ ഇവർക്ക് ചങ്കലപ്പുണ്ടാകും ശരിക്കും. പക്ഷെ ചങ്കലപ്പുണ്ടെങ്കിലും ഇവൾ പറയണത്, എനിക്ക് എൻ്റെ മനസ്സിൽ അമ്മ പറയുന്നുണ്ട്, അമ്മ എന്തോ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ ചങ്കലപ്പില്ലാതെ. ഇതാണ് അഭിഷേക വിശ്വാസം എന്ന് പറയണത്. അതായത് ഇങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി ഭർത്താവും അവളുടെ വിശ്വാസത്തെ കളിയാക്കുന്നു, അമ്മായിയമ്മയും കളിയാക്കുന്നു. നാട്ടുകാർ പറയും, കടം മേടിക്കാൻ ചെല്ലുമ്പോൾ മാതാവിനോട് ശനിയാഴ്ച പറയും, നാളെ ഞായറാഴ്ചയാണ്, അമ്മ എടുത്ത് പോകണം, എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയും. ഇങ്ങനെ അമ്മയോട് തന്നെ മാതാവിനോട് തന്നെ നേരിട്ട് പറയും, നാളെ ഞായറാഴ്ചയാണ്, അമ്മ എടുത്ത് വരുന്ന ദിവസമാണ്, എൻ്റെ അടുത്തൊന്നും ഇല്ല. അവർ കടം മേടിച്ചാൽ മാത്രമേ വണ്ടിക്കാശ് കിട്ടത്തുള്ളൂ ഇവിടെ വരാൻ വേണ്ടി. പക്ഷെ അവൾ എങ്ങനെയെങ്കിലും ഒക്കെ അത് സംഘടിപ്പിച്ചെടുക്കുക, കിട്ടുകയൊക്കെ ചെയ്തിട്ട് അവൾ വരും. മുടങ്ങിയിട്ടില്ല. മുടങ്ങാത്തതിന് മുമ്പ് ഇവൾ പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര ഹരമാണ്. പിന്നെ വണ്ടി ഓടിക്കാനുള്ള ത്രില്ലല്ലേ. വണ്ടി എടുത്താൽ പിന്നെ ഞാൻ നിർത്തത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? വണ്ടി ഓടിച്ച അപ്പം തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങും. എന്തുമാത്രം ദൂരത്ത് കൊണ്ട് പത്രം കൊടുക്കാൻ പറ്റും, അപ്പോൾ എനിക്ക് സന്തോഷമാണ്. എന്താ കാര്യം? അത്രയും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാമല്ലോ എന്ന്. ഒരു മനുഷ്യൻ്റെ അനുഭവം കണ്ടില്ലേ? ഇവരൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരാണ്. അതിൻ്റെ കമൻറ്റ് വായിക്കണം താഴേക്കുള്ള, ഞാനും നടക്കുന്ന ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞു. ഗീതാകുമാരൻ്റെ താഴെയുള്ള കമൻറ്റ് നോക്കണം, എൻ്റെ മകൾ ഞാനും ക്രിസ്ത്യാനിയാണല്ലോ എന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ നാണിപ്പിച്ചുകൊണ്ട് വേറൊരു സമൂഹം ഇവിടെ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട്
ഒരു പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്കായി ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.